ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ആദ്യം തന്നെ എല്ലാവരോടും ഒരു സോറി പറയട്ടെ. സോറി കേട്ടോ. വേണമെന്ന് വിചാരിച്ചല്ല. ഇതിന് മുന്നേ ഇട്ട വീഡിയോ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാനും ഭയങ്കര സങ്കടത്തിലായിരുന്നു. എനിക്ക് പെട്ടെന്ന് സങ്കടം വരുന്നൊരു കൂട്ടത്തിലാണ് ഞാൻ. അത് നമ്മളെ സിറ്റുവേഷൻ അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. എല്ലാവരോടും സോറി. ഇന്നും കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ഏകദേശം ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നു Q&A വീഡിയോ ചെയ്യാം, എന്നെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇതിന് റിപ്ലൈ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യാം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ വേറെ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് എടുത്ത് വെച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലൊന്നല്ല ഞാൻ. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു, എന്നോട് കമൻറ്റിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെ എൻ്റെ വീഡിയോസിലായിട്ട് കാണുന്ന ആൾക്കാർ എന്നെക്കുറിച്ച് അറിയണം എന്നാഗ്രഹിച്ചുകൊണ്ട് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് ഇന്നൊരു വീഡിയോ ചെയ്യാം. മറ്റു കുറേ ദിവസം തന്നെ വീഡിയോ ആയിട്ട് കാണാണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ടെൻഷൻ അടിക്കില്ലേ, ഇവളവിടെ പോയി സൂയിസൈഡ് ചെയ്തോ എന്നൊക്കെ വിചാരിക്കില്ലേ. സോറി കേട്ടോ. ഞാൻ ആ വീഡിയോ പ്രൈവറ്റാക്കി വെച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കാണുന്ന ആൾക്കാർക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലായി. ആരെയും വിഷമിപ്പിക്കണമെന്നോർത്ത് ചെയ്തതല്ല. ആ ഒരു സബ്ജക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് നമുക്കിനി ആ ടോപ്പിക്ക് സംസാരിക്കേണ്ട. അപ്പം എൻ്റെ അടുത്ത് കമൻറ്റിൽ വന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് മെയിനായിട്ട് ചോദിച്ചിരിക്കുന്നത്, ആൾക്കാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. മെയിനായിട്ട് ചോദിച്ചത് എവിടെയാണ്, എന്താ ചെയ്യുന്നത്, വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ, പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസാണ്. അപ്പോൾ എൻ്റെ പേര് ജംഷീന എന്നാണ്. സ്നേഹമുള്ള ആൾക്കാരെന്നെ ജംഷി എന്ന് വിളിക്കും. നിങ്ങൾ തന്നെ അങ്ങനെ വിളിച്ചാൽ മതി, ജംഷി. അതാണ് എന്നെ കോമൺ ആയിട്ട് എല്ലാവരും വിളിക്കുന്ന പേര്. പിന്നെ ഏജ് ആരും ചോദിച്ചിട്ടില്ല, എന്നാലും എൻ്റെ ഏജ് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. എനിക്ക് 37 കഴിഞ്ഞു. അടുത്ത മെയ് മാസം വന്നാൽ എനിക്ക് 38ആയി. അതാണ് ഏജ്. 3 കുട്ടികളുണ്ട്. മൂത്തത് മോളാണ്. അടുത്ത വർഷം 10ാം ക്ലാസ്സിലേക്കാണ്. പിന്നെ രണ്ടാമത്തത് മോനാണ്. മോന് 12 വയസ്സായി. അടുത്ത വർഷം 7ാം ക്ലാസ്സിലേക്കാണ്. പിന്നെ ലാമിക്കുട്ടീനെ പൊതുവെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയും, ചെറിയ മോളാണ്. ലാമിക്ക് 2.5 വയസ്സായി. പിന്നെ ജോലി വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്ന് 2-3 പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യും. ഇപ്പം നിലവിൽ ഞാൻ വേറെ ജോലിയൊന്നും ചെയ്യുന്നൊന്നുമില്ല. പിന്നെ എനിക്ക് മുന്നേ ജോലി ഉണ്ടായിരുന്നു. ഞാൻ ലാമീനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ജോലി ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നെ ചോദിച്ചത് ഒരാളെൻ്റെ അടുത്ത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് മറന്നു വന്നതിന്. ഓക്കെ, ഞാൻ നോക്കി വയ്ക്കാം കേട്ടോ. ഇൻസ്റ്റ ഐ ഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റ ഐ ഡി ലാമിക്കുട്ടി എന്ന് തന്നെയാണ്. ഇൻസ്റ്റ ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. പിന്നെ ലാമിക്കുട്ടി തന്നെയാണ് ഇൻസ്റ്റയിൽ അധികം വീഡിയോസൊന്നുമില്ല. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന യൂട്യൂബ് തന്നെയാണ്. എല്ലാവരും എൻ്റെ അടുത്ത് പറയും ഇൻസ്റ്റയിൽ വീഡിയോ ഇടണം, ഇൻസ്റ്റയൊക്കെ അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊന്നും ഇൻകം വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇൻസ്റ്റ എനിക്ക് അങ്ങോട്ട് ഇതാവുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്കത് കംഫർട്ട് ആവുന്നില്ല ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാമിക്കുട്ടി തന്നെയാണ് ഇൻസ്റ്റ ഐ ഡി. പിന്നെ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ സ്ക്രീൻഷോട്ടായിട്ട് വയ്ക്കാം കേട്ടോ. അധികം ഫോളോവേഴ്സൊന്നുമില്ല. പിന്നെ ഷെഫീനത്താടെ വീഡിയോ കാണാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഷെഫീനത്ത നമ്മുടെ ചങ്കല്ലേ, ചങ്കിൻ്റെ വീഡിയോ. ഷെഫീനത്ത ചങ്കാകുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഷെഫീനത്താൻ്റെ ഫാനാണ്. ഷെഫീനത്താൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. ചിലപ്പോൾ എനിക്ക് കമൻ്റ് ഇടാനൊന്നും സമയം കിട്ടാറില്ലെങ്കിലും കൂടിയിട്ട് പറയാനുള്ള ചിലപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞാൽ പോലും ഷെഫീനത്താൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ കാണാറുണ്ട്. പിന്നെ ചോദിച്ചത് മലപ്പുറത്താണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മലപ്പുറത്തല്ല കേട്ടോ, ഞാൻ വയനാട്ടിലാണ്. വയനാട്ടിൽ കൽപ്പറ്റയ്ക്ക് അടുത്താണ്. പിന്നെ വയനാട്ടിലെ സ്ഥലങ്ങൾ ഒന്നും പുറത്തുള്ള ആൾക്കാർക്ക് അങ്ങനെ അധികം പരിചയം ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്കുള്ള സ്ഥലങ്ങൾ പറഞ്ഞാൽ അറിയുമെന്ന് അറിയില്ല. കൽപ്പറ്റയ്ക്ക് അടുത്താണ്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശ്രമിക്കാം. പിന്നെ ഞാൻ എൻ്റെ ടേസ്റ്റിനേക്കാളും കൂടുതൽ എനിക്ക് വ്യൂ ഏത് വീഡിയോസിനാണ് കൂടുതൽ കിട്ടുന്നത് എന്ന് നോക്കിയിട്ട് ഞാൻ ആ ടൈപ്പ് ഓഫ് വീഡിയോസാണ് കൂടുതലും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ
ടേസ്റ്റിനേക്കാളും കൂടുതൽ ഞാൻ യൂട്യൂബിലേക്ക് വന്നത് മെയിനായിട്ട് വരുമാനം ആഗ്രഹിച്ചിട്ട് തന്നെയാണ്. ഉള്ള കാര്യം പറയണത് എന്താ, എനിക്ക് വേറെ പുറത്ത് ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റിയൊരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചാനൽ തുടങ്ങിയതും മെനക്കെട്ടതിൻ്റെ പുറകെ കൂടിയതും. അപ്പം റീച്ച് ഏതിനാണോ വരുന്നത് എന്ന് നോക്കിയിട്ട് എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ പോലും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് റീച്ച് ആഗ്രഹിച്ചിട്ട് തന്നെയാണ്. ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുകയും വീഡിയോ റീച്ച് ആവുകയും ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്തുനിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും വരുമാനം വരും. ചാനൽ ഇപ്പോൾ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള എനിക്ക് വരുമാനം കിട്ടി തുടങ്ങിയിട്ടില്ല, ഭാവിയിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ എന്നാൽ ലൈവ് വരാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൈവ് ഇൻഷാ അള്ളാ ഞാൻ പെരുന്നാളൊക്കെ കഴിയട്ടെ, നോമ്പിന് ചിലപ്പോൾ നമ്മൾ ലൈവ് വന്നാലും കാണാനൊന്നും ആളുണ്ടാവില്ല. അപ്പം ഇൻഷാ അള്ളാ പെരുന്നാൾ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരാട്ടോ, ലൈവ് വരാം. പഠിച്ച ആളാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഏതുവരെ പഠിച്ചു എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. പേരൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല, സോറിട്ടോ. പഠിച്ച ആളല്ല. ഞാൻ +2 കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇതുവരെ പഠിച്ചു എന്ന് ചോദിച്ചാൽ +2 കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്ര വരെ പഠിച്ചിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പഠിച്ചിട്ടില്ല. പിന്നെ പഠിക്കാൻ കഴിവുള്ള ആളായിരുന്നു. 10ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ് മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതിനെക്കുറിച്ച് പിന്നെ എൻ്റെ അടുത്ത് ബാക്കിൽ കാണുന്ന ചുമരുണ്ടല്ലോ, അതൊക്കെ മാറ്റിയിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അള്ളാ ഒരാഴ്ചൻ്റെ ഉള്ളിൽ എല്ലാവിധ മാറ്റങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ട്. ഇപ്പം എനിക്ക് റിംഗ് ലൈറ്റ് ഇല്ല, മൈക്കില്ല, നല്ലൊരു ക്യാമറയുള്ള ഫോണില്ല, സ്റ്റാൻഡില്ല, അങ്ങനെ ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ എനിക്ക് ഈ വെളിച്ചം ഇവിടെ മാത്രമേ ഇത്രയ്ക്ക് നല്ല വെളിച്ചം കിട്ടുള്ളൂ. ഈ ലൈറ്റിൽ ഇരുന്ന് എനിക്ക് എൻ്റെ വീഡിയോ ക്ലിയർ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇരുന്ന് ചെയ്താലേ ക്ലിയർ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ആ പുറകിൽ ആ ബാക്ക്ഗ്രൗണ്ട് അതങ്ങനെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എന്തെങ്കിലും ഒരു കർട്ടൻ എന്തെങ്കിലും ഇട്ട് മറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മാറ്റം വരുത്തി വീഡിയോ ചെയ്യണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച നല്ല എല്ലാവരും പലരും എൻ്റെ അടുത്ത് കമൻറ്റിൽ കൂടെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒരാഴ്ചൻ്റെ ഉള്ളിൽ വീഡിയോ ആയിട്ട് വരാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് വീഡിയോ ഇടും. വേറെ ഇപ്പം എന്താ, എത്ര വരെ പഠിച്ചു എന്ന് വെച്ചാൽ ഞാൻ ആൻസർ പറഞ്ഞു. പിന്നെ എന്താ മുഖത്തൊരു വിഷമം എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ കാര്യത്തിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വിഷമാവും. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് പറയാം. നമ്മളെല്ലാവരും ഉണ്ടായിട്ട് ആരും ഇല്ലാതെ ആയി പോകുന്നൊരവസ്ഥയുണ്ടല്ലോ. എല്ലാവരും ഉണ്ടായിട്ട് ആരും ഇല്ലാണ്ടായി പോവുക, പിന്നെ എല്ലാം ഉണ്ടായിട്ട് ഒന്നും ഇല്ലാണ്ടായി പോവുക. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചാൽ പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല, അങ്ങനെയാണ്. അപ്പം ഞാൻ ബാക്കി കൂടുതലൊന്നും പറയാത്തത് കാരണം നമ്മുടെ ചുറ്റും ഉള്ള ആൾക്കാരെ ഈ ഒരു ടോപ്പിക്കിലേക്ക് ഒഴിച്ച് കൊണ്ടുവരാനും ഇതുപോലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ മറ്റുള്ളവർക്ക് പ്രയാസമാവുന്ന രീതിയിൽ സംസാരിക്കാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നൊന്നുമില്ല. ആരുമില്ല എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ആരും ഇല്ലാത്തവർക്ക് വിഷമം അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും കൂട്ടുണ്ടാവില്ലല്ലോ. അപ്പം അതിന് അതേ ഉള്ളൂ മറുപടി. വേറെ എന്താ, ഇതെന്താ എങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. ഇതെനിക്ക് മോന് മൈലാഞ്ചി ഇട്ടെന്നാണ്. മോൻ കുറേ പറഞ്ഞു. ഞാൻ പറഞ്ഞു മമ്മിച്ചിൻ്റെ കൈ വൃത്തിയിടാം, മോൻ മൈലാഞ്ചി ഇടണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനിട്ടേ പറ്റുള്ളൂ. ഒരു വിരലിലിട്ടോന്ന് പറഞ്ഞു. മോൻ്റെ മകൻ പെരുന്നാളിന് മൈലാഞ്ചി ഇട്ടുന്നതാണ് കേട്ടോ. ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇനിയിപ്പോൾ വേറൊന്നും ഇതാ. അത് മാത്രമല്ല ഇതും കൂടെ അവൻ്റെ വക ഒരു ലവും കൂടെ ഉണ്ട് കേട്ടോ. വേറെ ഇപ്പം എന്താ, വേറെ അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നാൽ നമ്മുടെ ചാനലൊക്കെ റീച്ചായി നമ്മൾ വലിയ സെലിബ്രിറ്റി ഒക്കെ ആകുന്ന സമയത്ത് തുരുതര ക്വസ്റ്റ്യൻസൊക്കെ വരും. അപ്പം നമ്മളതിന് തുരുതര ആൻസർ പറയും. ഇപ്പം ഏകദേശം ഒരു 10-15 ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുള്ളൂ. അതിനെക്കുറിച്ച് എത്ര പേർക്ക് അറിയാൻ ആഗ്രഹമുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നത്. മെയിനായിട്ട് എല്ലാവരും ചോദിച്ച ഇത്രയും കാര്യങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസാണ്. അപ്പം പേര് ജംഷി, വീട് വയനാട്, കുട്ടികൾ 3 പേര്. ഇപ്പം നിലവിൽ വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ല. ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് എന്നെക്കുറിച്ച് പറയാനുള്ള ഡീറ്റെയിൽസ്. ബാക്കി എല്ലാത്തിനും ആൻസർ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. തുടർന്നും എല്ലാവരും വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അത്രയൊക്കെ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കുത്തിയിരുന്നൊന്ന് കാണുക. അതെനിക്കൊരു സഹായമാണ്, സപ്പോർട്ടാണ്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വീണ്ടും വരും. കൂടെ നിൽക്കുന്നവരോടെല്ലാവരോടും നന്ദി, സപ്പോർട്ട് ചെയ്യുന്നവരോടെല്ലാവരോടും നന്ദി. അത് മാത്രമേ എൻ്റെ അടുത്ത് തരാനുള്ളൂ. അപ്പോൾ എല്ലാവരോടും